പ്രവാസി നാട്ടിൽ നിന്ന് ദുബായിലേക്ക് കയറി വരുമ്പോ ഒറ്റ കാര്യമാവും അവൻ ആദ്യമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നത്. എന്താണെന്ന് എന്റെ പുറകിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതെ, ബുർജ് ഖലീഫ. ഇതുപോലൊരു ഐക്കോണിക് ബിൽഡിംഗ് ഇവിടെ വന്നേ പിന്നെ ഈ കാണുന്ന ഇത്രയും ആൾക്കാര്, അതെ, ഇന്നും ഇവിടെ റഷ് ആയിരിക്കുന്നെങ്കിൽ ഈ ഒരു വൈബ് നിങ്ങൾ നോക്കുക. അതിന്റെ ഫ്രണ്ടിൽ ഇത്രയും ആൾക്കാർ വന്ന് ഇതെല്ലാം എൻജോയ് ചെയ്യാൻ പോവാണ്. ഇന്ന് നമ്മളെ പോലെ ഇവിടെ വന്ന് താമസിക്കുന്ന ഫാമിലിയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സെറ്റിൽ ആവാൻ തന്നെ. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു നാട് തരുന്ന ഒരു സേഫ്റ്റി, ഈ ഒരു നാട് തരുന്ന ആ ഒരു വൈബ്, ലൈഫ് സ്റ്റൈൽ, ഇതെല്ലാം നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും ഇത്രയും രീതിയിൽ നമുക്ക് കിട്ടൂല, അത് ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇപ്പൊ എന്നോട് പറയുന്ന ഒരു കാര്യം, മക്കളുടെ ഫ്യൂച്ചറിൽ നമുക്ക് ഇവിടെ തന്നെ സെറ്റിൽ ആവണം. ഇതുപോലെയുള്ള ഇത്രയും ഭംഗിയായിട്ടുള്ള വാട്ടർ ഫ്രണ്ട് പ്രോപ്പർട്ടീസിലൊക്കെ താമസിക്കാനായിട്ട് നമ്മൾ ചിലപ്പോൾ വലിയ വില കൊടുക്കേണ്ടി വരുന്ന എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷെ അല്ല, നിങ്ങൾക്ക് തെറ്റി. നിങ്ങളുടെ മുന്നിൽ ഇത് ഏറ്റവും നല്ലൊരു ഡെവലപ്പർ കൊണ്ടുവന്നിരിക്കുകയാണ്. ഐലൻഡ് കമ്മ്യൂണിറ്റി. ഇതുപോലുള്ള ഐക്കോണിക് ബിൽഡിങ്സിന് പോലെ തന്നെ ഒരു ഐക്കോണിക് കമ്മ്യൂണിറ്റി ഭാഗമാവാൻ എനിക്കും എന്റെ ഫാമിലിക്കും സാധിക്കാമെന്ന് നാളെ നിങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റുന്നത്. നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് ഇറങ്ങുന്നത് വെറും 2.75 മില്യൺ, അതും 4 ബെഡ്റൂം ടൗൺ ഹൗസ് പ്ലസ് മെയ്ഡിലാണ് നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്നത്. ഇനി 5 ബെഡ്റൂം വേണോ, 3.75 മില്യൺ കൊടുത്താൽ അതും കിട്ടും. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളായിട്ട് ഫ്യൂച്ചർ ആയാലും ഇവിടുത്തെ അക്കാഡമിക് സിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് പഠിക്കാനായാലും മക്കൾ വലിയ വിദ്യാഭ്യാസങ്ങൾ ചെയ്യാനായാലും ഒക്കെ എല്ലാത്തിനും കഴിവുള്ള ഒരു നാടായിട്ടാണ് ഇത് വരുന്നത്. ഇവിടുത്തെ അഡ്വാൻസ്ഡ് ടെക്നോളജീസും ഇൻഫ്രാസ്ട്രക്ചേഴ്സും കൊണ്ട് നമ്മളെ വീണ്ടും വീണ്ടും അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും ഇതിൻ്റെ ഒരു ഭാഗമാണെങ്കിൽ താഴെ കാണുമ്പോൾ എന്നെ കോൺടാക്ട് ചെയ്തോ, എത്രയും പെട്ടെന്ന് നമുക്കും അതിൻ്റെ ഒരു ഭാഗമാവാം.